ഞാൻ കഴിഞ്ഞ ദിവസം ഒരു തമ്മിൽ എന്ന് പറഞ്ഞൊരു പരിപാടിയിൽ പങ്കെടുക്കുകയും 24 ന്യൂസ് ചാനലിന്റെ സായി കൃഷ്ണ എന്ന് പറഞ്ഞ ഇങ്ങനെ പറഞ്ഞു നമ്മുടെ സിനിമയെക്കുറിച്ച് കുറച്ച് മോശമായിട്ടുള്ള ചില കമന്റ്സ് ഇയാൾ പറയുന്നുണ്ട്. ഇതേപോലുള്ള യൂട്യൂബേഴ്സ് എന്ന് വരെ ഇദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ എടുക്കുന്നോ അന്ന് വരെ ഇദ്ദേഹം തുടരും. അതുമായി ബന്ധപ്പെട്ട് ചെറിയൊരു വിവാദമൊക്കെ ഉണ്ടാവുക. അങ്ങനെ ഞങ്ങൾ പണി നിർത്തുന്ന ദിവസം ഈ സന്തോഷ് പണിയിട്ട് വീട്ടിലിരിക്കും. അങ്ങനെ ഈ കാറിലൊക്കെ ഇരുന്നാണ് എപ്പോഴും വീഡിയോ ഇടാറുള്ളത്. ഒന്നുകിൽ കാറിലുണ്ടാവും, അല്ലെങ്കിൽ ഇങ്ങനെ ബഹിരാകാശത്തുണ്ടാവും. കാരണം കാറിലിരുന്ന് ഓരോ വീഡിയോ ഇടുന്നു, ഇയാളെ എല്ലാവരും കൂടെ എയർലാക്കുന്നു, ഇയാൾ വീണ്ടും കാറിൽ വന്നിരുന്ന അടുത്ത വീഡിയോ ഇടുന്നു, വീണ്ടും എയർലാക്കുന്നു. ഒന്നുകിൽ കാർ അല്ലെങ്കിൽ ബഹിരാകാശം. സന്തോഷ് പണ്ഡിറ്റ് ആദ്യ സിനിമകളിൽ നമ്മൾ കണ്ടിരുന്ന അഡൽട്ട് കണ്ടന്റ് ആയിരുന്നു. അത് കാണാൻ പറ്റില്ല, കുടുംബത്തോടൊപ്പം കാണാൻ പറ്റുന്ന സിനിമകൾ ഇറക്കിയിരുന്ന ഒരാളാണ് സന്തോഷ് പണ്ഡിറ്റ്. അപ്പൊ മൂന്നാംകിട ചാനൽ എന്നൊക്കെ കേട്ടപ്പോൾ ഇങ്ങനെ ആകെ ഒരു കൺഫ്യൂഷൻ. എന്റെ ചാനലിന് മൂന്നാംകിട എന്ന് പറയുന്നത് അരി വാങ്ങിക്കാൻ വേണ്ടിയുള്ള ഓരോ കഷ്ടപ്പാടും ഇവനൊക്കെ ആയിട്ട് എന്തിനാണ് ഇന്റർവ്യൂ നടത്തുന്നത്? പണ്ടിന്റെ കണ്ടന്റ് പണ്ടിന് മാത്രം ഇട്ട് പോവാണ്, അത് റീപോസ്റ്റ് ചെയ്യുന്നില്ല. എന്ന് ഇവർ നിർത്തുന്നു അന്ന് അദ്ദേഹം പണി നിർത്തും, അദ്ദേഹം പണി തുടരും എന്ന് വരെ അറിയോ? സ്വന്തമായി കോമാളിത്തരം മൂന്നാംകിട ചാനലായിട്ട് മലയാളികളുടെ മുന്നിൽ വളർന്നു വന്ന ഒരു വ്യക്തി. ഹലോ, ഞാൻ മുകേഷ് യാദവ് മാധവ്. ശ്രീകണ്ഠൻ നായരുടെ തമ്മിൽ എന്ന പ്രോഗ്രാമിലെ സോഷ്യൽ മീഡിയയിൽ നിയന്ത്രണം വേണോ എന്നുള്ള ഒരു പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഞാൻ കണ്ടത്. പക്ഷെ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനം ഈ പരിപാടിക്ക് തന്നെ നിയന്ത്രണം വേണോ എന്നുള്ള തോന്നലായിപ്പോയി. ആ രീതിയിലായിരുന്നു ചർച്ച മുന്നോട്ട് പോയത്. ഒരുപക്ഷെ ചർച്ച കൊണ്ട് എന്താണ് മനസ്സിലാക്കേണ്ടത് എന്ന വിചാരത്തെക്കാൾ ഇതാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നതെന്ന് വ്യക്തമായിട്ട് കാണിച്ചു തരികയാണ് ഇവരുടെ ഈ പരിപാടിയിലെ തർക്കം പോലെ നമുക്ക് കാണാനിടയായത്. ഇതിൽ ഈ ചർച്ച വേറെ രീതിയിലോട്ട് പോകാൻ തന്നെ കാരണം എന്ന് പറയുന്നത് സന്തോഷ് പണ്ഡിറ്റ് സായിയുടെ ചാനലിനെ മൂന്നാംകിട ചാനൽ എന്നുള്ള വിശേഷണം നൽകി. അതാണ് പിന്നീട് മറ്റു പലരും ഏറ്റുപിടിച്ചതും ചർച്ച വഴിതിരിഞ്ഞു പോയതും. എന്തായാലും ആ ഭാഗം ഒന്ന് കാണുമ്പോൾ മനസ്സിലാവും എന്താണ് സംഭവിച്ചതെന്ന്, ആരുടെ കയ്യിലാണ് മിസ്റ്റേക്ക് പറ്റിയത്, അവസാനം ആരാണ് ശരിയെന്നും ആ ചർച്ച കാണുമ്പോൾ ഒന്ന് മനസ്സിലാവും. ആദ്യം നമുക്ക് ആ ഭാഗം ഒന്ന് കണ്ടു നോക്കാം. ഇന്നവരെ എനിക്ക് അതിന്റെ പേരിൽ ഒരു കേസും ഇല്ല. ഇത് ഇല്ലാത്തവർ ചെയ്യുന്നത് എല്ലാവരുടെ തലയിലും മൂന്നാംകിട ചാനൽ എന്ന് പറഞ്ഞാൽ അടിച്ചേൽപ്പിക്കാൻ പാടില്ല. ഇപ്പൊ ഞാൻ നോക്കുന്ന സമയത്ത് സന്തോഷ് പണ്ഡിറ്റിന്റെ ആദ്യ കാലഘട്ടത്തിൽ ചാനൽ ചർച്ച മുതൽ ഇദ്ദേഹത്തിന്റെ സിനിമ മുതൽ നോക്കിക്കഴിഞ്ഞാൽ അപരാധം എന്ന് പറയുന്ന മനുഷ്യനിൽ നിന്ന് ഞാൻ മാറി ഇദ്ദേഹത്തിന് ഇപ്പോഴത്തെ ചാനൽ നോക്കുമ്പോൾ നമ്മൾ ആ മാറ്റം കണ്ടു. ഓക്കെ, അപ്രീഷിയേറ്റ് ചെയ്യുന്നു, പോകുന്നു, അഭിപ്രായം പറയുന്നു, പോകുന്നു. ഒരു നേരം പോയിട്ട് അവിടെ ചെന്നിട്ട് മൂന്നാംകിട ചാനലാണ് മറ്റാന്ന് നമ്മൾ പറയാൻ നിൽക്കാറില്ല. ഇത് സ്വന്തം ഫ്രസ്ട്രേറ്റഡ് ആകുമ്പോൾ ഇതേപോലെ ബുള്ളി ചെയ്യുന്ന ഈ കൾച്ചർ ഇന്ന് ഇവിടെ എക്സ്പോസ്ഡ് ആയി. ഓക്കെ, സായി പറയുന്നത് കറക്റ്റ് ആയിരിക്കാം. മൂന്നാംകിട ചാനൽ എന്ന് പറഞ്ഞ് സന്തോഷ് പണ്ഡിറ്റിന്റെ യഥാർത്ഥ സ്വഭാവം എക്സ്പോസ്ഡ് ആയി. അത് നമുക്ക് ആ വീഡിയോ കാണാൻ കഴിയുന്നതാണ്. അവിടെ എന്തുകൊണ്ടായിരിക്കും സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറയുന്ന വ്യക്തി എക്സ്പോസ്ഡ് ആയത്? ഒരു കാരണവുമില്ലാതെ എക്സ്പോസ്ഡ് ആവത്തില്ലല്ലോ. ഇതിനു മുമ്പുള്ള പല വീഡിയോകളും നമ്മൾ കണ്ടാൽ മനസ്സിലാവും. ഇദ്ദേഹത്തെ ആരെങ്കിലും അങ്ങോട്ട് ചൊറിയാൻ ചെല്ലുമ്പോൾ തിരിച്ച് സന്തോഷ് പണ്ഡിറ്റ് അതിൻ്റെ ഇരട്ടിയായിരിക്കും തുറന്നടിക്കുന്നത്. അത് ചിലപ്പം ഏത് രീതിയിലാണെന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല. അത് സന്തോഷ് പണ്ഡിറ്റ് അറിഞ്ഞു ചെയ്യുന്നവരാണ് നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ഇങ്ങനെയുള്ളവന്മാരൊക്കെ ഇത് മാത്രമേ അർഹിക്കുന്നുള്ളൂ എന്ന രീതിയിലാണ് സന്തോഷ് പണ്ഡിറ്റ് റിപ്ലൈ കൊടുക്കുന്നത്. എന്തായാലും സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞ കാര്യം കൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇവരെ പോലത്തെ മൂന്നാംകിട ചാനലിന് മറ്റുള്ളവർ വേണം. ഇവരെ പോലത്തെ ചാനലിന് പണം ഉണ്ടാക്കണമെങ്കിൽ XY വേണം. അവന്റെ മോശവും അല്ലെങ്കിൽ അവന്റെ കോമാളിത്തരും അവന്റെ അഡൽട്ടും കാണിച്ച് അടിച്ചു മാറ്റിയിട്ടാണ് ഇവർ ചെയ്യുന്നത്. അല്ലെങ്കിൽ അവന്റെ മോശത്തെ തിരിച്ചായി ചെയ്യുന്നത്. സന്തോഷ് പണ്ഡിറ്റ് പൈസ ഉണ്ടാക്കാൻ ഇതേപോലത്തെ മറ്റവൻ വേണ്ട. സ്വന്തമായി എന്താണ് നമ്മുടെ നാട്ടിൽ വരുന്ന ഒരു ഇന്റർനാഷണൽ നിരീക്ഷണം, സ്വന്തമായ മ്യൂസിക് ആയാലും ഇത് ചെയ്ത് അത് കൃത്യമായി എല്ലാം നോക്കി അറിയാൻ പറ്റും. 57 ലക്ഷം ആളുകളും ഇതൊക്കെ വരുന്നുണ്ട്. എന്നെ ഈ യൂട്യൂബ് ചാനലുകാർ വിളിച്ചില്ലെങ്കിലും ഇല്ലെങ്കിലും സന്തോഷ് പണ്ഡിറ്റ് നിലനിൽക്കുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവൻ ഇല്ലെങ്കിൽ ഇവർ വട്ടപൂജമാണ്, ഇവർ മൂന്നാംകിട ചാനൽ മാത്രമാണ്. അവിടെ സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞ കാര്യങ്ങൾ കുറെ ശരിയാണ്. മറ്റുള്ളവരുടെ കണ്ടന്റ് ഉപയോഗിച്ചാണ് സായിയും അതുപോലുള്ള ഞാനായാലും പല റിയാക്ഷൻ ചാനലുകളും കണ്ടന്റ് ഉണ്ടാക്കുന്നത്. പക്ഷെ അത് തെറ്റാണെന്ന് പറയാൻ കഴിയത്തില്ല. അങ്ങനെയെങ്കിൽ ഈ വാർത്താ ചാനലുകളെല്ലാം മറ്റുള്ളവരുടെ കണ്ടന്റ് ഉപയോഗിച്ചാണ് വാർത്തകൾ ഉണ്ടാക്കുന്നത്, അല്ലാതെ സ്വന്തം കണ്ടന്റ് ഉപയോഗിച്ചൊന്നുമല്ല ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതെല്ലാം മൂന്നാംകിട ചാനലുകളാണെന്ന് പറയുന്നതിനോട് യോജിപ്പില്ല. പക്ഷെ സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ മറ്റുള്ളവരുടെ കണ്ടന്റ് ഉപയോഗിച്ചല്ല വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. എൻ്റെ സ്വന്തമായിട്ടുള്ള ആശയങ്ങൾ, പാട്ടുകൾ, കഥകൾ അങ്ങനെയുള്ള വീഡിയോ കൊണ്ടാണ് ഞാൻ പോപ്പുലർ ആയെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതും ശരിയായ വശമാണ്. അവിടെ ആകെ ഒരു തെറ്റ് സന്തോഷ് പണ്ഡിറ്റിന് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നാംകിട ചാനൽ എന്നുള്ള വിളി ഒഴിവാക്കാമായിരുന്നു എന്ന് കരുതി മൂന്നാംകിട ചാനൽ എന്ന് പറയുന്നത് വളരെ മോശം വാക്കൊന്നും അല്ല, അതുകൊണ്ട് ആ വിളി ഒഴിവാക്കാമായിരുന്നു. പക്ഷെ അവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന സായിയും അത് തന്നെയാണ് പറയുന്നത്. സന്തോഷ് പണ്ഡിറ്റിനെ എങ്ങനെയാണ് സായി വിമർശിക്കുന്നത് കേൾക്കുമ്പോഴാണ് അതിലും വലിയ കോമഡി ആയിട്ട് തോന്നുന്നത്. സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞ അതേ നാണയത്തിൽ തന്നെയാണ് സായിയും വിമർശിക്കുന്നത്. അതായത് സന്തോഷ് പണ്ഡിറ്റിന്റെ ചാനലും മൂന്നാംകിട ചാനലാണ്, സന്തോഷ് പണ്ഡിറ്റ് ഒരു കോമാളിയാണ് എന്ന രീതിയിൽ പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയെങ്കിൽ സന്തോഷ് പണ്ഡിറ്റ് ചെയ്തതിനേക്കാളും മോശമായിട്ടല്ലേ സായി അവിടെ പെരുമാറിയത്? അത് നിങ്ങൾക്ക് ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ഇങ്ങനെ വന്നിരുന്ന് ഇതിനകത്ത് വന്നിരുന്നിട്ട് വേറൊരാളെ ചാനൽ മൂന്നാംകിട ചാനൽ എന്ന് പറയുമ്പോൾ ഈ മനുഷ്യൻ എത്രത്തോളം നാട്ടുകാർ ഇളക്കില്ലേ? ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഒരു യൂട്യൂബിലോ ഒരു ഫേസ്ബുക്കിലോ ഒരു ഇൻസ്റ്റാഗ്രാമിലോ സെക്കൻഡ് പാർട്ടിയുടെ ഒരു കണ്ടന്റ് എടുക്കരുത് എന്നുള്ള നിയമമൊന്നുമില്ല. എടുത്തു കഴിഞ്ഞാൽ അത് കൃത്യമായി പീനലൈസ് ചെയ്യാൻ ആരാണോ ഓണർ അയാൾക്ക് സാധിക്കും, ഇല്ലേ? അങ്ങനെ പീനലൈസ് ചെയ്യേണ്ട എന്ന് തീരുമാനിക്കുകയും സ്വന്തം കണ്ടന്റുകൾക്ക് കൂടുതൽ വിസിബിലിറ്റി കിട്ടണമെന്ന് വേറൊരാൾ ആഗ്രഹിച്ചതുകൊണ്ടായിരിക്കാം നമ്മളെ പോലുള്ളവർ ഈ കണ്ടന്റ് എടുക്കുമ്പോൾ അവരൊന്നും പറയാത്തത്. പിന്നെ നമ്മൾ ഇത് എടുക്കുമ്പോൾ ഒരു ലൈൻ ഓഫ് റെസ്പെക്ട് കീപ്പ് ചെയ്തിട്ടാണ് ഞാൻ എന്റെ ചാനൽ അങ്ങനെ സംസാരിച്ചിട്ടുള്ളത്. അവിടെ സായി പറയുന്നതിനോട് യോജിക്കുന്നുണ്ട്. പല റിയാക്ഷൻ ചാനലുകൾ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും സായി കുറച്ചുകൂടെ മാന്യമായിട്ടാണ് സംസാരിക്കുന്നത്. എന്നിരുന്നാലും ചില സമയങ്ങളിലൊക്കെ കൺട്രോൾ പോകുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത് ഉണ്ണിമൂന്നിന്റെ കേസിലായാലും പല കേസുകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഈ ചർച്ചയിൽ സന്തോഷ് പണ്ഡിറ്റിനെ വിമർശിക്കുമ്പോൾ സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞതിൽ കൂടുതൽ, അതായത് സന്തോഷ് പണ്ഡിറ്റ് മൂന്നാംകിട ചാനൽ എന്ന് പറഞ്ഞ് വിമർശിച്ചപ്പോൾ സന്തോഷ് പണ്ഡിറ്റിന്റെ ചാനലും മൂന്നാംകിട ചാനലാണെന്ന് പറയുകയും അദ്ദേഹം ഒരു കോമാളിയാണെന്ന് കൂടി പറഞ്ഞു ചേർക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞതിനേക്കാളും മോശമായിട്ടല്ലേ അവിടെ സായി കൃഷ്ണ പറയുന്നത്? അവിടെയാണ് പലരും പറയുന്നത്
ഉപദേശിക്കുകയും ചെയ്യും, കൂടെ മറ്റതും കാണും. ആ രീതിയിലാണ് സായി ചെയ്യുന്നതാണ് ഇപ്പോൾ സായിയെ വിമർശിക്കുന്നത്. അത് ആ വീഡിയോ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും എന്തിന് സായി അങ്ങനെ പറഞ്ഞു എന്നും തോന്നിപ്പോവും. അല്ല, അദ്ദേഹത്തിന്റെ മൂന്നാംകിട ചാനൽ തുടങ്ങി. ഞാൻ അതിന് ഉത്തരം പറയാൻ വേണ്ടിയിട്ടായിരുന്നു. എന്തുകൊണ്ട് പറഞ്ഞു എന്ന് പറഞ്ഞു. ആ വാക്ക് ഉപയോഗിച്ചാൽ എനിക്ക് വിഷമമുണ്ട്. ഞാൻ സോറി കേൾക്കൂ, ഞാൻ സോറി പറയാനല്ല, ആ പറയാനുണ്ടായ സാഹചര്യം അദ്ദേഹം പറഞ്ഞു. സന്തോഷ് പണ്ഡിറ്റിനെ കുറിച്ച് വളരെ മോശമായിട്ട് അദ്ദേഹം പറഞ്ഞു. ഇദ്ദേഹത്തിൽ അയാൾ പറഞ്ഞു സന്തോഷ് പണ്ഡിറ്റിന്റെ കോമാളിത്തരം. അല്ല, അങ്ങനെ ഹത്യ ചെയ്ത സായിയെ അതേ നാണയത്തിൽ തന്നെ സാർ കൊടുത്ത കൊല്ലത്ത് ന്യായമാണോ? ഞാൻ പറയുന്നു ഇവിടെയാണ് സന്തോഷ് പണ്ഡിറ്റിനെ കുറച്ചുകൂടി നമുക്ക് ഇഷ്ടമാകുന്നത്. അദ്ദേഹം ഇവിടെ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞത് തെറ്റാണ്, മൂന്നാംകിട ചാനൽ എന്ന് പറഞ്ഞത് തെറ്റാണ്. അത് പറയാനുള്ള സാഹചര്യവും വ്യക്തമാക്കുന്നുണ്ട്. അവിടെ സന്തോഷ് പണ്ഡിറ്റ് അങ്ങനെ വാക്യം പറഞ്ഞതുകൊണ്ട് സായി തിരിച്ചങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. സായി അവിടെ പറയുന്നുണ്ട് ആദ്യം താങ്കളാണ് പറഞ്ഞത്, പിന്നീടാണ് ഞാൻ പറഞ്ഞതെന്ന്. പിന്നീട് പറഞ്ഞാലും അത് മോശം തന്നെ അല്ലേ? ഒരാൾ അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞ് സായിയെപ്പോലെ അതും സോഷ്യൽ മീഡിയയിൽ എല്ലാവരെയും വിമർശിക്കുന്ന ഒരു വ്യക്തി അങ്ങനെ പറയാൻ കൊള്ളാമോ? അങ്ങനെ ചിന്തിച്ചു നോക്കുമ്പോൾ സന്തോഷ് പണ്ഡിറ്റ് ഇങ്ങനെ പെരുമാറുമെന്ന് നമുക്ക് നേരത്തെ തന്നെ അറിയാം. സന്തോഷ് പണ്ഡിറ്റിനെ ആരെങ്കിലും മോശമായിട്ട് പറയുകയാണെങ്കിൽ സന്തോഷ് പണ്ഡിറ്റ് തിരിച്ച് നല്ല രീതിയിൽ കൊടുക്കും. പക്ഷെ സായി പറയുന്നതോ ഞാനൊരു ലൈൻ ക്രോസ് ചെയ്യത്തില്ല എന്നാണ് പറയുന്നത്. ഇവിടെ ഇപ്പോൾ ആരാണ് ലൈൻ ക്രോസ് ചെയ്തതെന്ന് നമുക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലാവും. ന്യായമാണോ ഇത് നായന്റെ മുഖത്ത് നോക്കി പറയാനുള്ള സ്വഭാവം സന്തോഷം പഠിച്ചോണ്ടാലും സായിയോട് സായി എന്റെ കോമാളിത്തരം സന്തോഷ് പണ്ഡിറ്റിനോട് തിരിച്ചു. അതെ, ഇത്രയും നേരം ഉപദേശിച്ചിരുന്ന സായി തന്നെ തിരിച്ചു പറയുകയാണ് സ്വന്തമായി കോമാളിത്തരം കാണിക്കുന്ന മൂന്നാംകിട ചാനലിൽ നിന്ന്. അങ്ങനെ നോക്കുകയാണെങ്കിൽ സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞതിനേക്കാളും കൂടുതലല്ലേ സായി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്? അവിടെ സന്തോഷ് പണ്ഡിറ്റ് ആണോ ഇപ്പോൾ ശരിയായിരിക്കുന്നത്, സായി ആണോ ശരിയായിരിക്കുന്നത്? ഇവിടെ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത് സന്തോഷ് പണ്ഡിറ്റിനെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷ് പണ്ഡിറ്റ് തിരിച്ച് അതിനപ്പുറം പറയും. അവിടെ ഇനി എന്തെങ്കിലും ലൈൻ ക്രോസ് ചെയ്തെന്നോ ക്രോസ് ചെയ്തില്ല എന്നൊന്നും സന്തോഷ് പണ്ഡിറ്റ് നോക്കത്തില്ല. സന്തോഷ് പണ്ഡിറ്റിനെ നമുക്ക് വർഷങ്ങളായിട്ടറിയാം. അദ്ദേഹം ചാറ്റ് ചെയ്യുന്നുണ്ട്, അദ്ദേഹം കോമഡി പരിപാടികൾ ചെയ്യുന്നുണ്ട്, കോമാളിത്തരം കാണിക്കാറുണ്ട്, അദ്ദേഹം റിയാക്ട് ചെയ്യാറുണ്ട്, അദ്ദേഹം മാന്യമായിട്ട് സംസാരിക്കാറുണ്ട്, എല്ലാം ചെയ്യാറുണ്ട്. അവിടെ അദ്ദേഹം ഫേക്കായിട്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നിയില്ല. അങ്ങനെ തോന്നിയൊരു കാലം ഉണ്ടായിരുന്നു. അത് നമ്മൾ സന്തോഷ് പണ്ഡിറ്റിനെ കുറച്ചുകൂടി അറിഞ്ഞ ശേഷം നമുക്കത് മനസ്സിലായി അദ്ദേഹം ഇങ്ങനൊരു വ്യക്തിയല്ല എന്ന്. എന്നാൽ ഇപ്പോൾ സന്തോഷ് പണ്ഡിറ്റിനെ സായി അതിനും മോശമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ഒരു കോമാളിയാണ്, അദ്ദേഹത്തിൻ്റെ ചാനൽ മൂന്നാംകിട ചാനലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരുപക്ഷെ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്, പക്ഷേ വിമർശിച്ച വ്യക്തി തന്നെ അതേ പരിപാടി ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അതാണ് നമ്മളിപ്പോൾ കണ്ടത്. ആദ്യം കൊണ്ടുവരുന്നുണ്ട് അറിയോ, പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നമ്മൾ ആദ്യം കൊണ്ടുവരുന്നത് ഒരു മനുഷ്യ പൊളിറ്റിക്കലി കറക്റ്റ് ആവണം. ഓക്കെ, ഇതിന് ഞാൻ ഒരു കാര്യം പറയാം. ഇങ്ങനെ ഏത് നായന്റെ മുഖത്ത് നോക്കിയിട്ടൊന്നും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇത്രയും നേരം നമ്മൾ ചർച്ച ചെയ്തത് എന്താ? എന്താ നമ്മൾ ചർച്ച ചെയ്തത്? ബുള്ളിങ് ആണ്. ബുള്ളിങ് ചർച്ച ചെയ്യുമ്പോൾ ഇത് വന്നിരുന്ന് സംസാരിക്കുമ്പോൾ ഇപ്പൊ ഞാനൊരു ഡോഗ് ലവർ 10-15 അല്ല ഞാൻ പറയുന്നത് എനിക്ക് ചിലപ്പോൾ അത് ഹേർട്ട് ആവില്ല. പക്ഷെ എന്നെ പോലെ ഇവിടെ വർക്ക് ചെയ്യുന്ന ചാനലുകളുണ്ട്. ഇവർ ഈ വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സന്തോഷ് പണ്ഡിറ്റിന് കോമാളിത്തരം പ്രശ്നമായി. കോമാളിത്തരം മോശമായിട്ടുള്ള ഒരു കാര്യമാണോ? നല്ല കാര്യമാണ് കോമാളിത്തരം. കോമാളിത്തരം മോശമായി. ഇവിടെ സീരിയസ് ആയിട്ട് ചർച്ച കൊണ്ടുവന്നെങ്കിലും അതൊരു കോമഡി ആയിട്ട് പോകുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. അവിടെ സായി അതിന് ശേഷം പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. എന്നാൽ അതൊന്നും ഒരു സീരിയസ് വിഷയമാവാതെ സന്തോഷ് പണ്ഡിറ്റ് ഷോ മുന്നോട്ട് കൊണ്ടുപോയത് പോലെയാണ് എനിക്ക് തോന്നിയത്. അതായത് സോഷ്യൽ മീഡിയയിലായാലും റിയൽ ലൈഫിലായാലും ഒരാളെ ചൊടിപ്പിച്ചുകൊണ്ട് പറയുമ്പോൾ തിരിച്ച് മറ്റൊരാളെ എങ്ങനെ പ്രതികരിക്കുന്നതെന്ന് നമുക്ക് അറിയത്തില്ല. ആ ഒരു പ്രതികരണമാണ് സന്തോഷ് പണ്ഡിറ്റിൽ നിന്ന് നമ്മൾ കണ്ടത്. എന്ന് കരുതി സായി പറഞ്ഞതെല്ലാം തെറ്റാണെന്നും പറയത്തില്ല. പക്ഷെ മറ്റുള്ളവരെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്ന സായി തന്നെ ഇങ്ങനെ പറയുമ്പോൾ അതൊരു കോമഡിയായി മാറുകയാണ്. അതാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇപ്പൊ നേരത്തെ ആറട്ടണ പറഞ്ഞു ഈ അപരാധം, ഈ അഡൾട്ട് കണ്ടന്റ്, വേറെന്തൊരു കാര്യം കൂടി. അത് മൂന്നും കാണിച്ച് ആദ്യം വന്ന ആളാണ് സന്തോഷ് പണ്ഡിറ്റ്. സന്തോഷ് പണ്ഡിറ്റിന്റെ സിനിമകളിൽ ആദ്യകാലത്ത് ഞങ്ങൾ കണ്ടിരുന്നതായിരുന്നു. അല്ല, നാദ്ര ഇതുവരെയായിട്ട് കോമാളിത്തരമൊന്നും കാണിക്കാത്തതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ സന്തോഷ് പണ്ഡിറ്റ് മൂന്നാംകിട ചാനൽ എന്ന് പറഞ്ഞത് മാത്രമേ നാദ്ര കണ്ടോളൂ. അവിടെ സന്തോഷ് പണ്ഡിറ്റിനെ കോമാളി എന്ന് വിളിക്കുകയും സന്തോഷ് പണ്ഡിറ്റിന്റെ മൂന്നാംകിട ചാനൽ എന്ന് പറഞ്ഞതും നാദ്ര കേട്ടില്ല. അതായത് ഒരാളെ മാത്രം വിമർശിക്കാം, അതായത് സന്തോഷ് പണ്ഡിറ്റിനെ മാത്രം വിമർശിക്കാം. പക്ഷെ സായി പറഞ്ഞ കാര്യങ്ങൾ വിമർശിക്കാൻ നാദ്രയ്ക്ക് പറ്റിയില്ല. അങ്ങനെ നോക്കുമ്പോൾ ഒരാൾക്ക് അനുകൂലമായിട്ട് സംസാരിച്ചു എന്ന രീതിയിലാണ് എനിക്ക് നാദ്ര ഇവിടെ സംസാരിച്ചപ്പോൾ തോന്നിയത്. സന്തോഷ് പണ്ഡിറ്റ് ആദ്യ സിനിമകളിൽ നമ്മൾ കണ്ടിരുന്ന അഡൾട്ട് കണ്ടന്റ് ആയിരുന്നു. അത് കാണാൻ പറ്റില്ല, കുടുംബത്തോടൊപ്പം കാണാൻ പറ്റുന്ന സിനിമകൾ ഇറക്കിയിരുന്ന ഒരാളാണ് സന്തോഷ് പണ്ഡിറ്റ്. അഡൾട്ട് കണ്ടന്റ് ഇവിടെ ഇപ്പോൾ സീരിയലുകളിലും സിനിമകളിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും റിയൽ ലൈഫിലും കാണിക്കുന്നതിൻ്റെ അത്രയൊന്നും അഡൾട്ട് കണ്ടന്റ് സന്തോഷ് പണ്ഡിറ്റ് ഒരു സിനിമയിലും കാണിച്ചിട്ടില്ല. അങ്ങനെ അങ്ങ് പറഞ്ഞ് സന്തോഷ് പണ്ഡിറ്റിനെ അവമാനിക്കാതെ. സോഷ്യൽ മീഡിയ തുടങ്ങുന്ന സമയത്തായിരുന്നു സന്തോഷ് പണ്ഡിറ്റ് പോലും നമ്മളുടെ മുഖത്തേക്ക്, നമ്മൾ പോയി തിയേറ്ററിൽ സിനിമ കണ്ടിട്ടില്ല ഞങ്ങൾ ആരും. പക്ഷേ നമ്മൾ സോഷ്യൽ മീഡിയ നോക്കിയ സമയത്ത് സന്തോഷ് പണ്ഡിറ്റ് സിനിമകൾ കണ്ടത് ഈ പറഞ്ഞ കണക്ക് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലായിരുന്നു കൂടുതലും സിനിമകൾ ഇട്ടുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ പറഞ്ഞ ഒരാൾക്ക് ഒരിക്കലും ഒരു യോഗ്യതയില്ല അങ്ങനെ തിരിച്ചൊരു മൂന്നാംകിട ചാനൽ എന്ന് പറയാനുള്ളത്. അതായത് ഇവിടെ സന്തോഷ് പണ്ഡിറ്റിന്റെ യോഗ്യതയാണ് നാദ്ര അളക്കുന്നത്. സന്തോഷ് പണ്ഡിറ്റിന് ഇതൊന്നും പറയാൻ യോഗ്യതയില്ല. സന്തോഷ് പണ്ഡിറ്റ് ഇറക്കുന്ന കണ്ടന്റ് വളരെ മോശമായുള്ള കണ്ടന്റ് ആയിരുന്നു എന്നുള്ള രീതിയിലാണ് വിലയിരുത്തുന്നത്. പക്ഷെ എല്ലാവർക്കും അങ്ങനെ തോന്നണമെന്നില്ല.
നാദ്രയുടെ ഈ അഭിപ്രായം എല്ലാവർക്കും തോന്നണമില്ല, തിരിച്ചു തോന്നുകയും ചെയ്യാം. നാദ്ര എന്ന് പറയുന്ന വ്യക്തിക്ക് സന്തോഷ് പണ്ഡിതിനെ അളക്കാൻ എന്ത് യോഗ്യതയാണെന്ന് തിരിച്ചുള്ള ചോദ്യം കൂടെ കേൾക്കേണ്ടി വരും. അവിടെയും ഓർക്കേണ്ടത് സായി പറഞ്ഞ പല കാര്യങ്ങളും മനഃപൂർവ്വം മറക്കുന്ന നാദ്രയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ പറയുന്ന വ്യക്തി ആളെ എനിക്കറിയില്ല, ഞാൻ ഇവിടെ കാണുന്നത്. എന്റെ ഏതെങ്കിലും സിനിമ കണ്ടിട്ടുണ്ടോ? എന്റെ ഒരു സിനിമ ഇന്നവരെ എ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല. ഈ വ്യക്തി കാണുന്ന ഇയാൾ പറഞ്ഞല്ലോ ഇയാളെ പടം ഫുള്ള് സെക്സ് ആണെന്ന്. ഏതെങ്കിലും ഒരു സിനിമ തിയേറ്ററിൽ കണ്ടിട്ടുണ്ടോ? അല്ല സാർ, ചോദ്യത്തിന് ഉത്തരം. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഫേസ്ബുക്കിൽ കണ്ടിട്ടുള്ളത്. നിങ്ങൾ തിയേറ്ററിൽ കണ്ടിട്ടില്ല സാർ. ഞാൻ പറയുന്നു, ഒരു കാര്യം പോലും ഇയാൾ കണ്ടിട്ടില്ല. വളരെ എനിക്ക് തോന്നുന്നത് ഈ ചർച്ച ടെലികാസ്റ്റ് ചെയ്ത കുട്ടികൾ വഴിതെറ്റും. ഇവിടെ നാദ്ര പറഞ്ഞത് തെറ്റായിട്ട് മാറുകയാണ്. കാരണം സന്തോഷ് പണ്ഡിത് ഇതുവരെയും എ സർട്ടിഫിക്കറ്റ് കിട്ടിയ ഒരു സിനിമയും പുറത്തിറക്കിയിട്ടില്ല. അങ്ങനത്തെ ക്ലിപ്പുകൾ നമ്മൾ കണ്ടിട്ടുമില്ല. ഇവിടെ വെറുതെ ഒരു ആരോപണം, സന്തോഷ് പണ്ഡിതിന്റെ സിനിമകളൊന്നും കാണാൻ കൊള്ളത്തില്ല എന്നങ്ങ് വരുത്തി തീർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ അങ്ങ് പറഞ്ഞു നടക്കാമല്ലോ. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ സിനിമയിലെ പല കാര്യങ്ങളിലും ക്വാളിറ്റി കുറവായിരിക്കാം എന്ന് കരുതി കാണാൻ പറ്റാത്തൊരു സിനിമയും സന്തോഷ് പണ്ഡിത് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടില്ല. അത് വ്യക്തമാക്കി നല്ല രീതിയിൽ തിരിച്ചടിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് സന്തോഷ് പണ്ഡിത്. ഒരുപക്ഷെ നാദ്ര ആയതുകൊണ്ട് മാത്രമായിരിക്കാം അത്രയും മാന്യമായിട്ട് സംസാരിച്ചത്. അതിവിടെ നാദ്രയുടെ ഭാഗത്ത് വേറൊരാളായിരുന്നെങ്കിൽ ഇപ്പോൾ ഏറിപ്പോയനെ. എന്തുകൊണ്ടാണ് അവിടെ സന്തോഷ് കൺട്രോൾ ചെയ്തതെന്ന് അറിയില്ല. സന്തോഷ് പോപ്പുലർ ആയത് എങ്ങനെ? ഇഷ്ടംപോലെ ആളുകൾ സോഷ്യൽ മീഡിയയിൽ സന്തോഷിയുടെ കണ്ടന്റ് ആക്കിയതുകൊണ്ടാണ് സന്തോഷ്. ഹലോ, ഒരു മിനിറ്റ്. സന്തോഷ് പണ്ഡിറ്റ് എങ്ങനെ വന്നു? സന്തോഷ് പണ്ഡിറ്റ് സ്വന്തം കയ്യിലെ പൈസ എടുത്ത് ഞാൻ സിനിമ ചെയ്യുന്നു. കംപ്ലീറ്റ് ചെയ്യട്ടെ. ഞാൻ ആർക്കും അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് ഏട്ടാ പ്ലീസ് എന്റെ ഇന്റർവ്യൂ എടുക്കുന്നു ഞാൻ ഒരു വോട്ടർ എടുത്ത് പറഞ്ഞില്ല. ഒരു മിനിറ്റ്. ഞാൻ അവർക്ക് പണം കിട്ടാനും അവർക്ക് ലൈക്കും ഷെയറും കിട്ടുവാനും വേണ്ടി അവർ സന്തോഷ് പണ്ഡിറ്റിനെ വിളിക്കുകയും അവരെ എന്നെ കുറിച്ചുള്ള ഒരു സൂചി കിട്ടിയാൽ അവിടെ ഇവിടെയൊക്കെ മനസ്സിലാക്കേണ്ടത് സന്തോഷ് പണ്ഡിത് ഓരോരോ കാര്യങ്ങൾ പറയുന്നത് മറ്റുള്ളവർ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കി തന്നെയാണ്. അതിന് നല്ല മറുപടി കൊടുക്കുകയും ചെയ്യും. അത് ശരിയാണ്, കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് സന്തോഷ് പണ്ഡിതിനെ കോമാളിയാക്കി എടുക്കാനൊരു ശ്രമം ഉണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ റിയലായിട്ടുള്ള സ്വഭാവം നമുക്ക് തന്നെ മനസ്സിലായി. പലരും അദ്ദേഹത്തെ കോമാളിയാക്കാൻ ശ്രമിച്ചപ്പോൾ തിരിച്ച് അദ്ദേഹം എങ്ങനെയാണ് കരകയറി വന്നതെന്ന് നമുക്കറിയാം. അദ്ദേഹം ആരാണെന്ന് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അത് ജനങ്ങൾക്ക് തന്നെ പിന്നീട് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് പകുതി പേരും സന്തോഷിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ എല്ലാ വീഡിയോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്ന് ഞാൻ കുറച്ചു നേരം ഞങ്ങൾ ഇരുന്നവിടെ സംസാരിച്ചു. അപ്പൊ എനിക്ക് ബോധ്യമായത് അദ്ദേഹം ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി, അദ്ദേഹത്തിന്റെ കഴിവുകളോ എന്താണോ അത്. പക്ഷെ ആ എന്താ പറയാ ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി അദ്ദേഹം ഉപയോഗിക്കുന്ന മെത്തേഡ് മറ്റൊരാളുടെ അവകാശത്തെ ഹനിക്കുന്നില്ല, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ അവകാശത്തെയോ അവരുടെ അഭിമാനത്തെയോ ക്ഷതം വരുത്തുന്നില്ല. ഇദ്ദേഹം ഇന്ന് വരെയും ഒരാളുടെ പേരെടുത്ത് പറഞ്ഞ് ഇദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അവഹേളിച്ചിട്ടില്ല. അതെ, ആ നിയന്ത്രണമാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. എന്താ ആ നിയന്ത്രണമാണ് അവിടെയൊക്കെ ഇവരുടെ ശബ്ദം എന്ന് പറയുന്നത് സാധാരണക്കാരായ ജനങ്ങളുടെ ശബ്ദമാണ്. സന്തോഷ് പണ്ഡിത് എന്ന് പറയുന്ന വ്യക്തിയെ പലരും മോശമാക്കാൻ ശ്രമിച്ചപ്പോൾ കുറച്ച് വൈകിയാണെങ്കിലും സന്തോഷ് പണ്ഡിത് ആരാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. കുറേ പേര് അദ്ദേഹത്തെ കോമാളിയാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു, അത് നടന്നില്ല. ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു, അത് നടക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇല്ലാത്ത ആരോപണങ്ങൾ വരും. അതിനെയൊക്കെ സന്തോഷ് പണ്ഡിത് നല്ല രീതിയിൽ മറുപടി കൊടുത്ത് മുന്നോട്ട് പോകും. ജനങ്ങൾക്ക് അത് മനസ്സിലായി വരുന്നുണ്ട് എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ടത്. അതുപോലൊരു വ്യക്തിയാണ് ആറാട്ടണ്ണനും. ആറാട്ടണ്ണൻ കുറേയൊക്കെ കോമാളിത്തരം കാണിച്ചു വയ്ക്കുന്നുണ്ട്, പക്ഷേ അദ്ദേഹം നല്ല വിദ്യാഭ്യാസമുള്ള ഒരു പാവ മനുഷ്യനാണ്. എങ്ങനെയൊക്കെയോ ആരൊക്കെയോ അദ്ദേഹത്തെ കോമാളിയാക്കാൻ നോക്കി, പിന്നീട് ചിലയിടങ്ങളിലൊക്കെ സ്വയം കോമാളിയായി മാറി. എന്നിരുന്നാലും ആറാട്ടണ്ണനും ഒരു നല്ല മനുഷ്യനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അദ്ദേഹത്തെ ഒരു കോമാളിയാക്കാൻ മറ്റുള്ളവരും ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞിട്ടില്ല, അത് അങ്ങനെ പോസ്റ്റ് ഇട്ടിട്ടില്ല. ഇങ്ങനെ പല വ്യാജമായിട്ട് പറഞ്ഞു, ചിലത് ഞാൻ പറഞ്ഞിട്ടില്ല. പറയാത്ത പലതും വന്നിട്ട് ഞാൻ നല്ല കാര്യങ്ങൾ അതൊന്നും പറയില്ലല്ലോ. ആക്ടറാ ആ ആക്ടർ പറഞ്ഞു ഇവൻ എന്റെ കൂടെ പഠിച്ചാണ്, തലയാണ്, ബുദ്ധിയാണെന്ന് പറഞ്ഞു. മീഡിയ കേട്ട് എന്തറിയോ, ആ ആക്ടർ പറഞ്ഞു ആരാട്ടൻ പണ്ടേ കോഴിയാണ്. പറയാത്ത കാര്യമാണ്. ഇങ്ങനെ പറയാത്ത പല കാര്യം ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത് പലരും പലരെയും കോമാളിയാക്കി എടുക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. അത് ചിലപ്പോൾ കണ്ടന്റിന് വേണ്ടി ആയിരിക്കാം, ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകൾ നിലനിൽക്കുന്നുണ്ട് തന്നെയാണ് കണ്ടന്റ് എന്ന് തോന്നിപ്പോകും. ഇന്നലെ വരെ ഇപ്പോൾ CJ റോയ് സാറിന്റെ മരണം അല്ലെങ്കിൽ സഞ്ജു സാംസനെ കുറിച്ച് ഞാൻ എഴുതിയത് സമയമുണ്ടെങ്കിൽ അവൻ ഇപ്പൊ കാണിച്ചു തരാം. മനോരമ ചാനലും മറ്റു ടെലിവിഷൻ ചാനലും സന്തോഷ് പണ്ഡിറ്റ് എത്രയോ കാര്യങ്ങളിൽ സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞു. അത് ഞാൻ പറയുന്നു, സന്തോഷ് പണ്ഡിറ്റ് ബാക്കിയുള്ളവരുടെ ചാനലുകൾ അടക്കം ഈ പറയുന്ന ആറാട്ടണ്ണന്റെ പല പോസ്റ്റുകൾ എടുത്തിട്ട് അവരത് പോസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ട്? ആർക്കും അവിടെ ക്രെഡിബിലിറ്റി ഞങ്ങൾക്ക് ക്രെഡിബിലിറ്റി ഇല്ലാന്ന് പറഞ്ഞ സൈഡായിട്ട് ഞാൻ സമ്മതിക്കില്ല. ഇവിടുത്തെ എല്ലാവർക്കും എക്സിസ്റ്റൻസ് ആണ് മാറ്റർ. കാരണം ഇവിടുത്തെ സായിക്ക് ഉപജീവന മാർഗമായിട്ട് എനിക്ക് തോന്നുന്നു ഇൻസ്റ്റയും യൂട്യൂബ് ഒക്കെ ഉള്ള ഒരാളാണ്. അപ്പം അത് ഒരു സർക്കാർ ജീവനക്കാരൻ വാങ്ങുന്ന തുകയേക്കാൾ 3 ഇരട്ടി എങ്ങാണ്ട ഒരു മാസം ശമ്പളം കിട്ടുന്ന ഒരാളാണ്. ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആയിരുന്ന സായിക്ക് അന്ന് കിട്ടുന്ന ശമ്പളത്താൽ കൂടുതൽ റിവ്യൂ ചെയ്യുന്ന സമയത്ത് കിട്ടുന്നുണ്ട്. ഞാൻ യൂട്യൂബിൽ എനിക്ക് 2.5 ലാഖ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പോൾ എനിക്ക് പോലും വരുമാനം കിട്ടുന്നത് ഈ സോഷ്യൽ മീഡിയയിലാണ്. അപ്പോൾ നാളെ വരുന്ന കുട്ടികൾക്കും എന്തുകൊണ്ട് ഒരു ഇൻഫ്ലുവൻസർ ആകാൻ പറ്റില്ല? അവരും ആവട്ടെ. അവർ കുട്ടിക്കാലത്തെ എനിക്ക് തോന്നുന്നു വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ ഒരു ഏണിങ്സ് കിട്ടുന്ന കുട്ടികളടക്കം നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ അവരൊക്കെ തന്നെ ഈ സാർ പറഞ്ഞതൊക്കെ 18ാമത്തെ വയസ്സിൽ ആയിരിക്കും ഒരുപക്ഷെ സാറ് വരുമാനം വാങ്ങി തുടങ്ങിയത്. പക്ഷേ 3 വയസ്സിൽ വരുമാനം വാങ്ങുന്ന കുട്ടികൾ നമുക്കറിയാം.
3 വയസ്സിൽ ഈ പറഞ്ഞ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ഇട്ടിട്ടും അവിടെ 3 പാരന്റ്സ് വയസ്സെന്ന് പറയുന്നത് 2 ആഴ്ചയില് അതാണ്. ആയപ്പം പ്രതിഫലം വാങ്ങിച്ച ഉപ്പുമുള്ള ഒരു കുഞ്ഞുണ്ട് അവള് വലിയ കുട്ടി പാർവതി ഓക്കെ റെഡി അവള് ജനിച്ചു വീണത് ലൊക്കേഷനില്ല. ഒരുപക്ഷെ ഈ ഒരു പരിപാടി ശ്രദ്ധിക്കാനും കാരണം ഇവരൊക്കെ തന്നെയാണ്. എന്നിരുന്നാലും സോഷ്യൽ മീഡിയയിൽ നിയന്ത്രണം വേണോ വേണ്ടയോ എന്ന ചോദ്യത്തിന് നിയന്ത്രണം വേണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അത് അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതായിരിക്കില്ല. പക്ഷേ ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യമായിട്ട് എടുക്കാതെ അതിന് നല്ല ശിക്ഷ കൊടുക്കേണ്ടതും ആവശ്യമാണ്. അല്ലാത്ത പക്ഷം ഒരാളെ വിമർശിക്കുന്നതോ സായിയെപ്പോലെ സ്വന്തം അഭിപ്രായം തുറന്നു പറയുന്നതൊന്നും തെറ്റായിട്ട് എനിക്ക് തോന്നില്ല. ഇവിടെ മറ്റുള്ളവരെ കണ്ടന്റ് എടുത്ത് റിയാക്ട് ചെയ്യുന്നത് അതൊരു തെറ്റായിട്ടുള്ള കാര്യമൊന്നുമല്ല. എല്ലാ ന്യൂസ് ചാനലും പറയുന്നതും മറ്റുള്ളവരെ കണ്ടന്റ് തന്നെയാണ്. അതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് യൂട്യൂബ് തന്നെ ആയതുകൊണ്ട് തന്നെയാണ് ഈ കണ്ടന്റ് പലരും ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു തെറ്റാണെന്ന് തോന്നുന്നതുമില്ല. അങ്ങനെയുള്ള ചാനലുകൾ മൂന്നാംകിട ചാനലുകളുമല്ല. എന്തായാലും ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഓക്കെ ബൈ, സീ യു.